അമ്മ കരയുന്നു, ചിരിക്കുന്നു. അപ്പൊ എല്ലാം എന്റെ പൊന്നെ, എനിക്ക് തന്നെ പേടിയാണ്. കൈ തൊട്ടപ്പോ തന്നെ എന്റെ ശരീരം മുഴുവൻ കോരി തരും. ചേട്ടാ, എന്റെ വനദേവത എവിടെയാണ്? ഒരു പിടിയില്ലല്ലോ. വനദേവതേ, വനദേവത എവിടെയാണ്? കല്ലേ, നീ എൻ്റെ വനദേവത കണ്ടോ? കണ്ടില്ലല്ലേ? എൻ്റെ വനദേവത എവിടെ? വനദേവതേ, മരമേ, വേപ്പ് മരമേ, നീ എൻ്റെ വനദേവത കണ്ടോ? നീ കണ്ടില്ലല്ലേ? ചേട്ടാ, ഇത് എവിടെ പോയി? ഈ കാട് മുഴുവൻ ഞാൻ അന്വേഷിച്ചിട്ട് എൻ്റെ വനദേവത കണ്ടില്ല. കാടും മലയും മുള്ളും എല്ലാം തേടി വന്നിട്ടും എൻ്റെ വനദേവത കണ്ടില്ല. മക്കളെ, നിങ്ങൾ എൻ്റെ വനദേവത കണ്ടോടാ? ആർക്കും ഒരു ഉത്തരവില്ലല്ലോ. ഇവർക്കെല്ലാം അറിയാം, ഉറപ്പായിട്ട് ആ വനദേവത ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എടാ, നല്ല ആ സാരിയൊക്കെ കൊടുത്ത്, ചുവന്ന സാരിയൊക്കെ കൊടുത്ത് വനദേവത കണ്ടോ? നീ കണ്ടോ? കണ്ടെന്ന് കേട്ടോ. ആ വനത്തിൽ എവിടെയോ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇവർക്കറിയാം. ഇവരെന്നും കാണുന്ന കാഴ്ചയാണ് ആ വനത്തിൽ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന വനദേവത ഇവർ കണ്ടിട്ടുണ്ട്. എവിടെ? എന്തോ അപ്പുറത്താന്നോ? ഇവിടെ എന്നെ വന്നേന്നോ? ആ ശരി, ആ വനത്തിൻ്റെ ആ ഭാഗത്തുണ്ടെന്ന് പറയുന്നത്. ആ ശരി, അങ്ങോട്ട് പോവാ. ഓക്കെ, ആ മനസ്സിലായി. അപ്പോൾ അവർ പറയുന്നത് ഇവിടെ ഒന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല, വനത്തിനുള്ളിലേക്ക് അന്വേഷിക്കാനാണ് ആ ആളിയും പറയുന്നത്. മെലിഞ്ഞു ഉണങ്ങി ആ സാധനം പറയുന്നത്. കണ്ടോ, അവനെ കൊരാണ്ടോ? ഇവിടെ ആണ് നിൻ്റെ വനദേവത ഇരിക്കുന്നത്. എന്നോട് ചോദിക്കുക. അപ്പോൾ അങ്ങോട്ട് പോവാന്ന്. ഇവിടെ അല്ലാന്ന് ഇരിക്കുന്നത്, അപ്പുറത്താണ്, വനത്തിനുള്ളിലാണെന്ന്. അപ്പോൾ എന്തായാലും ആ വനദേവതയെ കാണണമെങ്കിൽ വനത്തിനുള്ളിലോട്ട് തന്നെ പോകണം. നമുക്കിനി ആ വനദേവത തപ്പി ആ വനത്തിനുള്ളിലേക്ക് തന്നെ പോകാം. ഇനി ഞാൻ ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വനത്തിനുള്ളിൽ താമസിക്കുകയാണ്. ആ വനദേവത പുറത്തിറങ്ങിയാൽ ആ ഗ്രാമത്തിന് ഒരുപാട് ഐശ്വര്യം ഉണ്ടാകും. അവരിന്ന് കണ്ടു കഴിഞ്ഞാലും അവരുടെ ഉദ്ദിഷ്ട കാര്യമൊക്കെ നടക്കുമെന്നൊക്കെയാണ് ഈ ഗ്രാമക്കാരുടെ വിശ്വാസം. അങ്ങനെ മാസത്തിലോ ഒക്കെ ഒരു പ്രാവശ്യമൊക്കെ ഇറങ്ങത്തുള്ളൂ. ഒറ്റ പ്രാവശ്യം ഈ വനം വിട്ട് ആ ദേവത പുറത്തിറങ്ങത്തുള്ളൂ. ആ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവരെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കും. അവരെ തൊടാൻ വേണ്ടി, അവരുടെ ചിരിയൊന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ ഉള്ളത്. തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മൾ വനദേവത തപ്പി കല്ലും മുള്ളും ഒക്കെ തേടി ഇങ്ങനെ പോവുകയാണ്. പോവാ അളിയാ, വെറുതെ പോവാ. മനസ്സിലായി? കുറെ നേരം തുടങ്ങിയിട്ട് മര്യാദ വേണ്ട. എന്തായാലും പോവാന്ന് പറഞ്ഞാൽ പിന്നെയും കാണാൻ സംസാരിക്കുമെന്നോ? ഓക്കെ, പോവാ. അമ്മ ഇത് എവിടെ പോയി? ഇത്രയും നേരോട്ട് ഈ വനം മുഴുവൻ അന്വേഷിച്ചിട്ടും എൻ്റെ വനദേവത കാണാൻ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ വനദേവത. കണ്ടല്ലോ, വനദേവത നമ്മളെ കണ്ടെത്തിയിരിക്കുകയാണ്, അമ്മയെ കണ്ടെത്തിയിരിക്കുകയാണ്. അമ്മ ഇതൊന്നും അറിയുന്നില്ല. ഈ വനത്തിൽ എവിടെയോ ധ്യാന നിമഗ്നായിട്ടിരിക്കുന്ന അമ്മയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപൂർവ സൗഭാഗ്യമാണ്. കാരണം നിങ്ങൾ കാലങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ച ആ നിമിഷം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ വളരെ 1000-ൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് ഇതേ അമ്മയെ നമുക്ക് ദർശിക്കാനുള്ള അപൂർവ സൗഭാഗ്യം. ഈ മരത്തിന് ചുവട്ടിൽ കണ്ടോ, അമ്മയ്ക്ക് വേണ്ടി ആൾക്കാർ കൊടുത്തിരിക്കുന്ന ഇത് കണ്ടോ, ഒരു നേർച്ചയാണ്. മാലയായിട്ട്, വളയായിട്ട്, തുണിയായിട്ട്, കൊച്ചുങ്ങളില്ലാത്തവർക്ക് കൊച്ചുങ്ങൾ, പിന്നെ കല്യാണ സൗഭാഗ്യം, വിവാഹ സൗഭാഗ്യമുള്ളവർക്ക് അതിനുള്ള സൗഭാഗ്യം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള കാര്യങ്ങളെല്ലാം ഈ മരത്തിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഈ സാധിക്കാൻ വേണ്ടി, അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് മുഴുവൻ ഇട്ടേക്കുന്നത്. ഇത് കണ്ടോ, നിങ്ങൾ ക്യാമറ ഒന്ന് ഇങ്ങോട്ട് കാണിക്കും, ആൾക്കാരൊന്ന് മനസ്സിലാക്കാം അമ്മയുടെ ആ ഒരു അപൂർവ ശക്തി എന്താണെന്ന്. നമ്മളൊരു കഴിഞ്ഞിട്ട് പറയുകയാണെന്ന്. ഒരുപാട് സംഭവങ്ങളാണ് ഈ മരത്തിൽ മൊത്തം കെട്ടി തൂക്കിയിട്ടേക്കുന്നത്. അത് വേപ്പുമരമാണ് കേട്ടോ. കൊച്ചുങ്ങളില്ലാത്തവർക്കും കൊച്ചുങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട്. വളകളൊക്കെ ഒരു 1000-കണക്കിന് വളകളാണ്. വളയും മാലയും തന്നെ വിറ്റാൽ തന്നെ സുഖമായിട്ട് 4 നേരം മൃഷ്ടാന ഭോജനം കഴിച്ച് കിടക്കാൻ പറ്റും. അത്രയും വലിയ സെറ്റപ്പാണ്. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ കേരളത്തിലെ പല കടക്കാരും വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. കച്ചവടത്തിന് വേണ്ടിയൊക്കെ വള മാല എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ. അപ്പോൾ ഇവിടുന്ന് ഉള്ള സാധനങ്ങളാണ് നമ്മുടെ കച്ചവടക്കാർ കേരളത്തിൽ വിറ്റഴിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കണ്ടോ, ഊക്കൻ ഓന്തും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അമ്മയെ ധ്യാനത്തിൽ ഉണർത്താൻ പറ്റുമെന്ന് തോന്നുന്നു. അമ്മ വന്നാച്ചു, കേരളത്തിൽ നിന്ന് ഉങ്ങളുടെ ഒരു ആൾ വന്നാച്ചു. അമ്മ എങ്കായിരുന്നു? അമ്മയുടെ കാളിയിലായിരുന്നു, ചുടുകാട്ട് കാളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ചുടുകാട്ട് കാളി. അമ്മ എന്തിരിക്കേ. അപ്പോൾ ഞാൻ അമ്മയെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുവാണ്. അമ്മ ഒരു മിനിറ്റ്. അമ്മ എന്താ ഈ വേപ്പ് മരത്ത് എന്താ അമ്മ കാണുന്നേ? ഇത് കല്യാണം ആകാതവங்களுக்கு കുളന്ത ഇല്ലാതവങ്ങൾക്ക് കുളന്ത അന്ത വരം. അപ്പൊ പറഞ്ഞു കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞത് എന്നെ മനസ്സിലായല്ലോ. അപ്പൊ കല്യാണം ഇല്ലാത്തവർക്ക് കല്യാണം, കുളന്ത ഇല്ലാത്തവർക്ക് കുളന്തയൊക്കെ ഈ അമ്മയെ കണ്ടാൽ സാധിക്കൂ എന്ന് ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ இந்த വേപ്പുമരം നിറച്ച இந்த സാധനം തന്നെ எல்லாமே அதுதான் ஆனல்ல. கல்யாணம் ஆகாதவங்களுக்கு கல்யாணம் ஆகும், குழந்தை இல்லாதவங்களுக்கு குழந்தையாகும், கடன் பிரச்சனை, செய்வன கோளாறு எல்லாமே தீர்வுத்தி ஆகும். അമ്മ ഒന്ന് പാത്താ മാത്രം മതി, எல்லாமே பார்த்தால் போதுം. അമ്മക്ക് ഉടമ്പക്കുള്ള എന്താ കാളിയാ? കാളി, സുടുകാട്ട് കാളി. എപ്പോ വരും അമ്മ? എനിക്ക് കണ്ണാലിന്ന് പാക്കണം. കാളി എപ്പോ വരും? ഇപ്പയും വരും. ഉടമ്പക്കുള്ള കാളി തന്നെ. അമ്മയുടെ ഒറിജിനൽ പേരെന്താ? പേര്
என் பேர் முத்து. മുത്തു വാ ഇത് വേല് വേല് അമ്മയുടെ മുൻപൊക്കെയുള്ള സൺ ഇതാണ് അമ്മയുടെ പേര് മുത്തു എന്നാണെങ്കിലും പക്ഷെ സംഭവം വെച്ചാൽ കാളിയാണ്. അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞത് വനദേവത എന്ന് പറഞ്ഞ സെറ്റപ്പ് ഇതാണ്. എനിക്ക് മുത്തുസ്വാമി അല്ല കാണേണ്ടത്, മുത്തമ്മയല്ല കാണേണ്ടത്, കാളിയെ കാണണം, ഒറിജിനൽ കാളിയെ കാണണം. അപ്പം നമ്മൾ കാളിയെ കാണാൻ പോവുകയാണ്. ഇതാ നിമിഷം എത്തിക്കഴിഞ്ഞു. നിമിഷ നേരം കൊണ്ട് ഇതാ ആകാംക്ഷയുടെ മുൾമുനിൽ എത്തിക്കുന്ന ആ നിമിഷം ഇതാ പ്രേക്ഷകരെ കാളിയമ്മ എത്തിക്കഴിഞ്ഞു. കാളിയമ്മ എത്തിക്കഴിഞ്ഞു. നാക്കൊക്കെ വെളിയിലിട്ട് ആകപ്പാട് രൗദ്രഭാവം പൂണ്ട ആ നിമിഷം ഇതാ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഇതാണ് കാളിയമ്മ. കാളിയമ്മ കാളിയമ്മ കാളിയമ്മ. ഓ കണ്ടോ, ദേഷ്യം കണ്ടോ, കട്ട കലിപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതാണ് അമ്മ കരയുന്നു, ചിരിക്കുന്നു. അപ്പൊ എല്ലാം ഓ എൻ്റെ പൊന്നെ, എനിക്ക് തന്നെ പേടിയാണ്. ഉണ്ടോ കണ്ടോ, ആ കണ്ണൊക്കെ കണ്ടോ തുറിച്ച് കണ്ണിപ്പോൾ പുറത്ത് ചാടും കേട്ടോ. അമ്മയ്ക്ക് ഇപ്പോൾ രണ്ടല്ല കണ്ണ്, നാല് കണ്ണ്. ഓ കട്ട കട്ട അമ്മ പാത്തമ്മ. ഓ അപ്പൊ ഈ ഒരു രൂപം കാണാൻ വേണ്ടിയാണ് ആൾക്കാരെല്ലാം ഇങ്ങനെ മൈലുകൾ താണ്ടി അമ്മയുടെ സവിധത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ ഇനി എന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കണ്ട മതിയമ്മ കാളിയെ പാത്തമ്മ അടങ്ങുന്നില്ല കേട്ടോ കാളിക്ക്. പിന്നെ ദേഷ്യമാണ്. ഇതാണ് അമ്മ മുത്തുമ്മ കാളിയെ പാത്താച്ച് അമ്മ പെരിയമ്മ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈ കണ്ടോ, ദേഹം മുഴുവൻ കോരിപ്പിരിക്കുന്നു. അമ്മാതിരി രൗദ്രഭാവമാണ് അമ്മയുടെ മുഖത്ത് വന്നിരിക്കുന്നത്. അമ്മ പക്ഷേ ഇതൊന്നും അറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കുറച്ച് മുമ്പ് കണ്ടപ്പോൾ സാധാരണ വീട്ടമ്മയായിരുന്നു. ഇപ്പോൾ എങ്ങനെ ദൈവമാണെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ വനത്തിനുള്ളിൽ താമസിക്കുന്ന അമ്മയ്ക്ക് അപൂർവ കഴിവുണ്ട്. അമ്മയെ കൂപ്പിട്ടാൽ അമ്മയെ പാത്താൽ എല്ലാമേ പ്രശ്നം മുടിയും. ഓ മുടിച്ചു തരും. ഓക്കെ, അപ്പോൾ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു അല്ലേ. ഈ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒറ്റ കാര്യമുള്ളൂ, അവരുടെ ദേഹത്തൊക്കെ ബാധയുണ്ട്. ക്യാൻസർ പ്രശ്നമല്ല, വൃക്കരോഗം പ്രശ്നമല്ല, പിന്നെ കരൾ രോഗം പ്രശ്നമല്ല, ഇവരുടെയൊക്കെ ദേഹത്ത് ബാധയുണ്ട്. അതാണ് ഇവരുടെ കച്ചവടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാധ അകറ്റി കഴിഞ്ഞാൽ ചെറിയ പൈസ കിട്ടും. അപ്പോൾ അതാണ് ഇവരുടെ നിങ്ങളുടെ ഇപ്പോൾ എന്നെ കാണുവാണെങ്കിൽ നിൻ്റെ ദേഹത്ത് ബാധയുണ്ടെന്ന് ഇവരങ്ങ് സമർത്ഥിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ദേഹത്ത് നിന്ന് ബാധ അകറ്റുന്ന കാഴ്ച കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോൾ അമ്മാതിരി ഐറ്റത്തെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബാധ എങ്ങനെയാണ് അകറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അമ്മ ഏത് ഒരാൾ വരുന്നുണ്ടല്ലോ. അമ്മ ഇങ്ക വാമ നമുക്ക് സാമി പാക്ക. ബാമ ഒന്നുമേ ഇല്ലമ്മ, കുഴപ്പമില്ല അമ്മ, കുഴപ്പമില്ലമ്മ, ഞാനില്ല കൂടെ. അയ്യോ അമ്മ കരയുന്നു കേട്ടോ, എൻ്റെ പൊന്നമ്മച്ചി ഇതാ കരയുന്നു. അമ്മ നമുക്ക് കാളിയമ്മ. അയ്യോ ഇതെൻ്റെ അമ്മ, ഇതെല്ലാം പ്രശ്നമാണല്ലോ ഇത്. നമുക്ക് എൻ്റെ പൊന്ന ഉണ്ടോ, ഇതെന്തോ ഒരു ഉൾനാടൻ ഭാഷയാണ് കേട്ടോ. നമുക്ക് മനസ്സിലാവാത്ത എന്തൊരു ഉൾനാടൻ ഭാഷയാണ്. പാമ്പ് പോലൊക്കെ വരുന്നുണ്ട്, പാമ്പായിട്ട് മാറും, സർപ്പമായിട്ട് മാറും, ഏത് രൂപത്തിൽ വേണമെങ്കിലും മാറും. ബാമ ഞാൻ അമ്മയെ വിളിച്ചു, ഇത് അടങ്ങണമെങ്കിൽ അമ്മ ബാമ ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, ഒന്നുമില്ലമ്മ, എൻ്റെ അമ്മയല്ലേ, അമ്മയ്ക്ക് ഒന്നുമില്ലമ്മേ. എത്തിയിരിക്കുന്ന എന്ത് പ്രശ്നമുണ്ടെങ്കിൽ എന്തോ അവരുടെ ലാംഗ്വേജ് പറയുകയാണ്, നമുക്ക് മനസ്സിലാവാത്ത പറഞ്ഞേക്കുന്നത്. ഇന്ന് തമ്മിൽ കൂട്ടിമുട്ടി ഒരെണ്ണം ചാവുകയാണ്. രണ്ട് മുഖങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ഒരു മുഖം ഇന്ന് ചാവും. പൂക്കടക്ക ചുംബറക്ക ചിക്കറക്ക ചുംബറ പാലപ്പാട്. അമ്മ ഇപ്പൊ ഇവിടുന്ന് ഇളവും കേട്ടോ, ഇവിടുന്ന് അടിപൊളി ഓരിട്ട് തുടങ്ങിയിട്ടുണ്ട്. ദൈവമേ കോരി തരിക്കുന്നല്ലോ, വയ്യ. ആൾക്കാർ വല്ലതും വരുന്നുണ്ടോ, പിടിച്ചിറക്കി വിടുന്നുണ്ട്. ഇത് രണ്ട് പാമ്പുകൾ തമ്മിൽ പിണഞ്ഞ് നിൽക്കുവാണ്. കൈയൊക്കെ ഇരിക്കുന്നുണ്ടോ, പിണഞ്ഞ് ഇപ്പൊ കൂട്ടിമുട്ടി വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും കേട്ടോ. ഇത് കുറച്ച് അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ഇത് ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ. കണ്ടോ തുള്ളി മറിഞ്ഞ പോലെ വീഴുന്നുണ്ട്, കല്ല മൊത്തം കിടക്കുന്നത്. അമ്മ പിടിച്ചോ, വേണമെങ്കിൽ ഒന്ന് പിടിച്ചോ. കാളിയമ്മ ഇതാണ് സംഭവം എന്ന് പറയും. കാളിയമ്മ ശരിക്കും രൗദ്രഭാവം കാട്ടുകയാണ്. ഇനി നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. ഇത് കാളിയമ്മ ഒന്നുമില്ലമ്മ, അമ്മയ്ക്ക് ഒന്നുമില്ലമ്മ. അമ്മ
ശാന്തമാവമ്മ. അപ്പൊ കുറച്ച് നേരം മുമ്പ് ഇരുന്ന ആളെ എല്ലാം മൊത്തത്തിൽ മാറി ഒരു വല്ലാത്തൊരു രൂപരേഖയുടെ ആന്തരികമായിട്ടുള്ള ഉദ്വംഗ ശൃംഗത്തിൽ നിന്നൊരു രാഗാതര ഭാവങ്ങളുടെ ഒരു ബിന്ദുവിൻ്റെ ഒരു സമചതുര ത്രികോണത്തിൻ്റെ ഒരു ഭാവത്തിൻ്റെ വ്യത്യാസമാണ് ഈ മുഖത്ത് കാണുന്നത്. ഇപ്പം കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യത്യാസമാണ് മുഖത്ത് കാണുന്നത്. ത്രികോണമാണോ അല്ല, ചതുരമാണോ അല്ല, ചതുരമാണോ അല്ല, എന്തൊക്കെയോ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടോ, സംഭവം വെച്ചാൽ പിടിച്ചില്ലെങ്കിൽ തലയിടിച്ച് വീഴുന്നുള്ള ഒരു തർക്കമൊന്നുമില്ല. ശാന്തമമ്മ, ശാന്തം, ബീഭത്സം, രൗദ്രമൊക്കെ വരുന്നുണ്ട് അമ്മ. ആ കണ്ടോ, ഇവിടെ ഇതുപോലെ ഇറങ്ങി കേട്ടോ, മറ്റേ ഇതുണ്ടല്ലോ കവിട്ടുന്നുണ്ട് കേട്ടോ, കവിട്ടുന്നുണ്ട് അമ്മ. ഇതൊന്നുമില്ല അമ്മ. കളിയമ്മ, അമ്മ കളിയമ്മ, എൻ്റെ ഉടുമ്പക്കുള്ളിൽ എന്തെങ്കിലും ഇരിക്കോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ? കണ്ണാല് എൻ്റെ ഉടുമ്പക്കുള്ളിൽ എന്തെങ്കിലും വ്യാധി ഇരിക്കോ, ആവി ഇരിക്കോ? ആവി ഇരിക്കോ അമ്മ? ആവി ഇരിക്കാ? ഒന്ന് എടുക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണെന്ന് ക്യാമറമാനെ ഒന്ന് ട്രാൻസ്ലേറ്റ് വേണം. എടുക്കുമോ? ഓക്കെ. അപ്പോൾ എൻ്റെ ഉടമ്പിൽ എന്തെങ്കിലും ആവി ഉണ്ടെങ്കിൽ അമ്മ ഇപ്പോൾ കണ്ടുപിടിക്കും. അമ്മാതിരി ഒരു അമാനുഷ ശക്തിയാണ് അമ്മയ്ക്കുള്ളത്. ഇളക്കി വിടാൻ പോവാ. വിടാൻ പോവാ, ഇറക്കി വിടാൻ പോവാ. എനിക്ക് വിറയ്ക്കണം അമ്മ, ഇറക്കി വിടാൻ പോവാ. കൈ തൊട്ടപ്പോൾ തന്നെ എൻ്റെ ശരീരം മുഴുവൻ കോരി തരും. എന്തോ ഒരു സാധനം പോയി കേട്ടോ, എന്തോ ഒരു സാധനം പോയച്ചമ്മ, എന്തോ ഒരു സാധനം ഇവിടുന്ന് പോയി കേട്ടോ അമ്മ. എന്തോ ഒരു സംഭവം പോയി, എന്താ ചെവി വഴി എന്തോ പോയിച്ച്. അപ്പം ഇപ്പൊ നിമിഷ നേരം വെളി വന്ന് എന്ത് കെട്ടാവിയായിരുന്നമ്മ? കെട്ടാവിയായിരുന്നോ അമ്മ? പോയിച്ച് ഇനി ഒന്നുമില്ല. കണ്ടോ കണ്ടോ, എൻ്റെ പോയി കേട്ടോ, കംപ്ലീറ്റ് ഗ്യാസും പോയിട്ടുണ്ട്. ഇനി ഒരു കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ ദേഹത്തുള്ള ഇതുള്ള ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പണി അവസാനിപ്പിക്കാം. അമ്മ இந்த ഉടമ്പൊക്കെയുള്ള ഒരു കെട്ടി ആവയിருக்கு, അതോടെ ഒന്ന് പുറത്ത് ചാടിക്കുക. അപ്പം ഇനി ആ ഒരു കാഴ്ച കൂടെ കാണാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസത്തെ ഷോ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തേക്ക് ഷോ ഉള്ളൂ. ഇന്നത്തെ ഷോ തീരാൻ പോവുകയാണ്. ഓക്കെ തായേ, ഞാനോട് അമ്മയെ സഹായിക്കാം. ഒന്ന് പിടിച്ചു കൊടുക്കാം. இன்னையோட ஆடி 1ஆம் தேதி இன்னையோட என் மேலே எந்த கெட்ட ஆவி இருந்திருந்தாலும் எனக்கு மந்திரிச்சு எதுவும் போட்டிருந்தாலும் யார் என்ன கெடுதல் பண்ணியிருந்தாலும் തന്നെ என் தாய் எனக்கு விலைக்கு கொடுக்கணும். ഇത്രയും സാധനം വെച്ചോണ്ടാണല്ലോ അമ്മ നടന്നത് ഇത്രയും വർഷമായിട്ട്. 10 രൂപ இந்த தெய்வம் இருந்தாலும் எனக்கு ഒന്നുമില്ല, കുഴപ്പമില്ല അമ്മ. എത്തിയത് കറക്റ്റ് സ്ഥലത്ത് തന്നെ. என்னால உடம்பு வலியும் ഒന്നുമില്ലമ്മ, ഒന്നുമില്ലമ്മ, കരയേരി ഒന്നുമില്ല അമ്മയ്ക്ക്, ഒന്നുമില്ലമ്മ. உண்மையிலே ഇറങ്ങി ചാടി ശരീരത്തിലൂടെ കയ്യിൽ കൂടെ ചാടുകയാണ്. ചുടുകാട്ട് കളിയാന്ന്. ചുടുകാട്ട് കളിയെന്നാണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ കയ്യൊക്കെ ഇരിക്കുന്നത്. കയ്യിൽ നിന്ന് പിടിച്ചാൽ കേട്ടോ, കുറേ വീണ് കഴിഞ്ഞാലേ അറിയാക്കത്തില്ല. ഇല്ല அதெல்லாம் தெம்பா நிக்கும். அதுதான் காத்துக்கிறேன். ചൊല്ലമ്മ എന്തെങ്കിലും പോയോന്ന് ചോദിക്കുന്നത്. கண்டிப்பா கண்டிப்பா சரி. எனக்கு நீ ஒரு சௌரியத்தை கொடுத்துரு. நம்மள எந்த இருக்க கூடாது. வெளியேற்றி கொடுத்துறேன். நான் சொல்லல காலி. நான் மெண்டு முழுகி போறேன். சரி நான் முழுகி போறேன். என்ன எனக்கு சௌரியத்தை கொடுத்துறேன். உடம்பு போட்டு நீங்க ശരി സംഭവം തീർന്നു കേട്ടോ. പോയി പോയി ഒന്നുമില്ല. സംഭവം പോയി. അപ്പൊ ഉടമ്പ് കിടക്കുന്ന സാമാനം പോയല്ലോ. സംഭവം പോയി. ആൾക്കാർ പിടിച്ചിറക്കി വിടുന്നുണ്ടോ? ആൾക്കാരൊക്കെ നോക്കുന്നതുണ്ടോ? ഓക്കെ സംഭവം പോയി അമ്മ. ഓക്കെ അമ്മ, മുടിഞ്ചാച്ച് പോയി അമ്മ പോയി. അപ്പോൾ സംഭവം പോയി. ഓക്കെ പോയല്ലോ, പോയ സമയം അല്ല പോയി. ഒന്നുമില്ല. എൻ്റെ അമ്മയ്ക്ക് ഒന്നുമില്ലമ്മ, ഒന്നുമില്ലമ്മ. എൻ്റെ പൊന്നമ്മയ്ക്ക് ഒന്നുമില്ല കേട്ടോ. ശരി സംഭവം ഓക്കെ അമ്മ.
താങ്ക് യു അമ്മ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തോ ഒരു മായിക ലോകത്തിലായിരുന്നു. അപ്പോൾ കണ്ടല്ലോ വനദേവത എന്ന് പറയുന്ന സംഭവത്തേക്ക് നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ. ഇതാണ് സംഭവം. അമ്മ പൊക്കോ, അമ്മ പൊക്കോ. ശരി, നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. പോയി തൂങ്ങിക്കേ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ആ സാധനം സ്വസ്ഥമായിട്ട് തൂങ്ങുന്ന ദിവസമാണ്, ഒരു കുഴപ്പമില്ല. അതിനെ പറഞ്ഞ് പാക്ക് ചെയ്ത് വിട്ടു. ഇനി അമ്മയുടെ സ്ഥലത്ത് ഉட்காருங்க അമ്മ. അപ്പം വനദേവത അതിൻ്റെ സ്ഥാനത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കുവാണ്. ഉட்காருங்க. അപ്പോൾ ഇത് ഇനിയിപ്പം രാവും പകലും ഒക്കെ ഇവിടെ തന്നെ കുത്തിയിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടെന്നേ, നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിൻ്റെയൊക്കെ പുറകിൽ നടക്കുന്ന ഒരുപാട് അളിയന്മാരുണ്ട്. അങ്ങനെ പോട്ടില്ലേ, അങ്ങനെ പോട്ടെ. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശ്വാസങ്ങൾ. അപ്പോൾ എന്തായാലും ഈ വനദേവതയെ നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക, അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിന് വേണ്ടി വിടുകയാണ്. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങനെയും വിശ്വാസമുണ്ട് നമ്മുടെ നാട്ടിൽ. ചിരിക്കാം, ചിന്തിക്കാം. എന്തായാലും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കിടുകിടുക്കൻ എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്ക് വനദേവത ബായ്. ഒരു ചാറ്റ് കൊടുത്ത് കാണിച്ചു വിട്.